ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ പ്രിയങ്കമോളുടെ സ്ഥാനത്തേക്ക് കയറിയിരിക്കാൻ പോവാ അല്ലടി. അവള് ചൊത്ത തലയ്ക്ക് മീതെ നിൽക്കുമ്പോ ഇങ്ങനെ ഒരു കല്യാണം നടത്താൻ നിന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരിക്കും. പക്ഷേ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ഒരു ചടങ്ങും വേണ്ട. അതിനുവേണ്ടി നീ കെട്ടി ഒരുങ്ങുകയും വേണ്ട. അഴിച്ചു മാറ്റടി ഇതൊക്കെ. പറഞ്ഞത് കേട്ടില്ലടി. ഒളിച്ചു മാറ്റ. അനുസരിക്കേണ്ടവരെ അനുസരിക്കണം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അവര് പറയുന്നത് മാന്യമായ കാര്യങ്ങളാണെങ്കിൽ മാത്രം അനുസരിക്കുക, അല്ലാത്തത് നിഷേധിക്കുക. എതിർത്ത് പറയുന്നത് അഹങ്കാരാണെന്നൊരു ചിന്തയെ പാടില്ല. നമുക്കൊരു കാര്യം മനസ്സിൽ തോന്നിയ 100 തവണ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം, അത് തെറ്റാണോ ശരിയാണോ എന്ന്. എന്നിട്ട് ശരിയാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിലങ്ങ് ഉറച്ചു നിൽക്കണം. നീ എന്റെ കൈ തടയാൻ വളർന്നോ? തടയും. എന്റെ ദേഹത്ത് തൊട്ടാലുണ്ടല്ലോ. തൊട്ടാ നീ എന്ത് ചെയ്യടി? ഇത്രയും കാലം ഞാൻ ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അപ്പോഴൊക്കെ നിങ്ങൾ എന്നെ കൊല്ല ചെയ്ത് രസിക്കായിരുന്നു. ഇനി എന്റെ നേരെ കൈ പൊക്കിയാല് പ്രായോ സ്ഥാനോ ഒന്നും ഞാൻ നോക്കില്ല. അയ്യോ, എന്നെ കൊല്ലുന്നേ, എന്നെ കൊന്നേ, എന്റെ ദേവാ ഓടിവായോ. ഇവളെന്നെ കൊന്നടാ, ഈ മൂദേവി എന്നെ കൊന്നടാ. അയ്യോ എടി, നീ എന്നെ തള്ളിയിട്ടല്ലടി. അയ്യോ അയ്യോ അയ്യോ, എന്താ മാറങ്ങോട്ട്. എന്തു പറ്റി? എന്താ മോളെ? ഇന്നത്തെ ചടങ്ങ് മുടക്കണമെന്ന് പറഞ്ഞ് എന്നെ തല്ലാൻ വന്നമ്മേ. കാല് തെറ്റി വീണു, അവിടെ കിടക്കട്ടെ. എടി എടി, ഇവളെന്നെ മനഃപൂർവ്വം തള്ളിയിട്ടതാ. യശോദേ, ഈ അഹങ്കാരം പിടിച്ചവളെന്നെ തള്ളിയിട്ടതാണെന്ന്. തള്ളിയിട്ടെങ്കിൽ അത് കാര്യമായി പോയമ്മ. അമ്മ ആരെയായി വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്? എനിക്കോ യശോദയ്ക്ക് തോന്നാത്ത ഒരു പ്രതികാരവും അമ്മയ്ക്ക് തോന്നേണ്ട കാര്യമില്ല. യശോദേ, ഇവിടെ വിളിച്ചോണ്ട് പോയേ. പ്രിയങ്കയുടെ ആത്മാവിനോട് ഇത്രയെങ്കിലും സഹതാപം അമ്മയുടെ മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അല്ലാതെ നെറുകെട്ട പ്രതികാരത്തിന് വേണ്ടി ഇങ്ങനെ ഇറങ്ങിത്തിരിക്കരുത്. കുറച്ചു കഴിയുമ്പോൾ കണിമംഗലത്തിൽ നിന്ന് ആളുകൾ വരും. അവരുടെ മുമ്പിൽ വെച്ച് ഇതുപോലെ എന്തെങ്കിലും കാര്യത്തിന് അമ്മ ശ്രമിച്ചാൽ എനിക്ക് അമ്മയെ തള്ളി പറയേണ്ടി വരും. അത് ഓർത്താൽ നല്ലതാ. വാ.